വേറെ ഒന്നുമില്ല സിനിമയെ പറ്റി. കാരണം പറയാനുള്ളത് ഏകദേശം സംവിധായകനും തമ്പിസാറും പറഞ്ഞു കഴിഞ്ഞു. ഇതൊരു സ്ത്രീപക്ഷ സിനിമയാണ്. കാരണം നമ്മളിന്ന് സിനിമയെ കുറിച്ച് ആൾക്കാർ സംസാരിക്കുമ്പോൾ രണ്ട് മൂന്ന് വിമർശനങ്ങളാണ് പറയുന്നത്. ഒന്ന്, പണ്ടത്തെ സിനിമകളിലൊക്കെ അച്ഛനും അമ്മയും അമ്മാവനും അമ്മായിയും ഒക്കെ സിനിമകളിലുണ്ടാവും, ഇപ്പോഴത്തെ സിനിമകളിൽ ഇല്ല എന്ന് പറയാറുണ്ട്. പക്ഷെ ഈ സിനിമയില് ഈ പറയുന്ന പോലെ അച്ഛനും അമ്മാവനും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെ ഇടപെടലുകൾ വളരെ പരിമിതമായിട്ട്, കാരണം ഈ ഒരു മുൻകാലത്തെ ഒരു സബ്ജക്റ്റ് ആണ് പറയുന്നതെങ്കിൽ പോലും അവരുടെ ട്രീറ്റ്മെന്റ്, ആ സ്ക്രിപ്റ്റിന്റെ ട്രീറ്റ്മെന്റ് ഒരു പുതിയ തലമുറയുടെ രീതിയിൽ തന്നെയാണ്. കാരണം ഇൻസിഡന്റ് ബേസ്ഡ് ആയിട്ട്, കാരണം നമുക്കൊക്കെ അറിയാം മുമ്പ് ഒരു ഏരിയ ബേസ്ഡ് ആയിട്ട് കഥ പറഞ്ഞു പോകുന്നതിന് അപ്പുറത്തോട്ട് ഇപ്പം സിനിമകളെല്ലാം ഓരോ ഇൻസിഡന്റ് ബേസ്ഡ് ആണ്. ഒരു ഇൻസിഡന്റിനെ കേന്ദ്രീകൃതമാക്കി എടുത്തുകൊണ്ട് ഒരു സബ്ജക്ട് എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നു. അതിന്റെ തുടക്കം തൊട്ട് ഒടുക്കം വരെ ഇൻസിഡന്റ് കംപ്ലീറ്റ് ആകുമ്പോൾ ആ സിനിമ തീരുകയാണ്. ഇതും അതുപോലെ തന്നെയാണ്. ഒരു സ്ത്രീപക്ഷ സിനിമ, ഒരു സ്ത്രീ ശാക്തീകരണം മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സഞ്ചാരപഥത്തില് നമുക്ക് ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ജാതീയമായിട്ട് ആൾക്കാരെ ധ്രുവീകരണത്തിലോട്ട് തള്ളിവിടുന്ന ഒരു രീതി. ഇതിനകത്തും വർണ്ണം തന്നെയാണ് വിഷയം, ജാതി തന്നെയാണ്. കാരണം ഒരു പുള്ളോ പെൺകുട്ടി ഒരു നമ്പൂരി യുവാവിനെ കെട്ടുന്നു. ഇതിനുശേഷം ഇവരുടെ ലൈഫിൽ ഈ ജാതീയ വ്യത്യാസം തന്നെയാണ് ഇവരുടെ ലൈഫിനെ ബാധിക്കുന്നത്. ഇവരൊരു ഉയർന്ന ജാതിയിൽപ്പെട്ട കുറച്ചു പേരുടെ സ്ഥലത്തെത്തുകയും അവിടുന്ന് രക്ഷ കിട്ടി വേറൊരു സ്ഥലത്തെത്തുകയും ഇതിനുശേഷം ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളാണ് സിനിമയിലുള്ളത്. അപ്പം ഒരു പക്ഷേ ഇത് സമൂഹത്തിന്റെ മുമ്പിൽ ഒരു എന്താ പറയാ, ഇങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ ഒരു ഇന്റർപ്രിട്ടേഷൻ കൂടെ നടത്താൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്. എന്തായാലും നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ മുമ്പിൽ ഈ സിനിമ നല്ല രീതിയിൽ എല്ലാവരും കാണാൻ ഇടയാവട്ടെ എന്നുള്ളതാണ്. അതിന് എന്ത് ഈ പറയുന്ന പോലെ തമ്പിചേട്ടനെ അഭിനയിപ്പിച്ചതിൽ ആര് എന്ത് പ്രതികരിച്ചാലും, അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചാലും, എങ്ങനെ വ്യാഖ്യാനിച്ചാലും ആ വ്യാഖ്യാനങ്ങളൊക്കെ എൻഡ് ഓഫ് ദി ഡേ സിനിമയുടെ കളക്ഷൻ നല്ല രീതിയിൽ ബാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അതാണ് വേണ്ടത്. കാരണം പ്രൊഡ്യൂസർ നിലനിന്നാൽ മാത്രമേ നമുക്ക് അടുത്തൊരു സിനിമ ഉണ്ടാവുള്ളൂ. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന, കാര്യം നമ്മൾ അഭിനയിച്ചു കഴിഞ്ഞ് പോരുമ്പോൾ അദ്ദേഹം മണിക്കൂർ പോലും തരാതിരുന്നിട്ടില്ല, എല്ലാം കൃത്യമായിട്ട് തരണം. അപ്പം നമുക്ക് താമസിക്കാൻ സ്ഥലം, കഴിക്കാൻ ഭക്ഷണം, ഉടുക്കാൻ വസ്ത്രം, യാത്ര ചെയ്യാൻ പൈസ എല്ലാം തന്ന ഒരാളോട് നമുക്കുണ്ടാകുന്ന ഒരു നന്ദിയും സ്നേഹവും ഉണ്ട്. ഒരു പ്രാർത്ഥനയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും കഴിക്കേണ്ട, അല്ലെ അവർ എൻജോയ് ചെയ്യേണ്ട ആ പണം എടുത്തിട്ടാണ് ഞങ്ങൾക്ക് തന്നത്. അപ്പം അതിന് തിരിച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വർക്ക് പൂർണ്ണമായിട്ടും ആത്മാർത്ഥയോടെ ചെയ്യുക. ഒപ്പം നിങ്ങളുടെ മുമ്പിൽ ഈ വർക്ക് നിന്റെ അംബാസിഡേഴ്സിനെ പോലെ നിങ്ങളുടെ മുമ്പിൽ നല്ല രീതിയിൽ ഈ സിനിമ എത്തിക്കുക. നിങ്ങൾ പ്രേക്ഷകരിലോട്ട് ഇത് നല്ല രീതിയിൽ എത്തിക്കുന്ന വിശ്വാസത്തില് നിങ്ങളിലുള്ള വിശ്വാസം പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുവന്ന് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. 4 പാട്ടുകളാണുള്ളത്. ഒന്ന് ട്രഡീഷണൽ ആയിട്ടുള്ള നാവൂറ് പാട്ട്, കളംപാട്ട്, അഷ്ടനാഗക്കളത്തില് ഈ പുള്ളുവ പെൺകുട്ടി തലമുടി അഴിച്ചിട്ട് നാഗക്കളം മായ്ക്കുന്ന ആ പരമ്പരാഗതമായിട്ടുള്ള ആ ഒരു രീതിയിലുള്ള പാട്ട്, പിന്നെ പുള്ളുവൻ പാട്ട്. ഇതത്രയും കൈകാര്യം ചെയ്തിട്ടുള്ളത് ശ്രീ രാജേഷ് വിജയാണ്. അദ്ദേഹത്തിന് നമസ്കാരം. പാട്ടുകളെ പറ്റി സിനിമയെ പറ്റി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. പാട്ടുകളെ പറ്റി പറയുന്ന വെച്ചാൽ രമേശ് ജി പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും എന്നെ സംബന്ധിച്ചത് എൻ്റെ ഒരു ബ്രേക്ക് ത്രൂ ആയിട്ട് ഞാൻ കാണുന്നു. കാരണം നല്ല രീതിയിലുള്ള വ്യത്യസ്തമുള്ള പാട്ടുകൾ ചെയ്യാൻ പറ്റി. ആ ഒരു പാട്ട് സാധാരണ ഞങ്ങൾ ഇപ്പോഴത്തെ ട്രെൻഡി സോങ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് വന്നു. ഭയങ്കര സന്തോഷം. എന്നാൽ കഴിയുന്ന ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വാസം. എന്തായാലും ഞാൻ സംസാരിക്കുന്നില്ല, 4 വരി പാടാം. ഇതിനകത്തൊരു ക്ലാസിക്കൽ ലവ് സോങ് ഉണ്ട്, ഒരു ബ്ലോ പാട്ട്, ഒരു നാവൂർ പാട്ട്, ഒരു കോമഡി പാട്ട്. കാതരമിഴിയണകൾ ഇടയും തരളിത മമ മനമതിലറിയും പറയാനിനി എഴുതാമതു അനുപദമതികരഗദലയ സുരഭിലയാമം കാതരമിഴിയണകൾ ഇടയും. ഇതിനകത്തുള്ള ഒരു ക്ലാസിക്കൽ ലവ് സോങ്. എല്ലാവരും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ലിറിക്സ് രമേശ് ജിയാണ്.
ഡയറക്ടർ തന്നെയാണ് എൻ്റെ ലിറിക്സും ചെയ്തിരിക്കുന്നത്.